എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 25-ാം അധ്യായം. അമ്മോന്യർക്കെതിരെ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, അമ്മോന്യരുടെ നേരെ തിരിഞ്ഞ് അവർക്കെതിരെ പ്രവചിക്കുക. അമ്മോന്യരോട് പറയുക, ദൈവമായ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും ഇസ്രായേൽ ദേശം വിജനമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും യൂദാഭവനം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അതിനെക്കുറിച്ചും നീ ആഹാ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അതിനാൽ ഞാൻ നിന്നെ പൗരസ്ത്യർക്ക് അവകാശമായി കൊടുക്കാൻ പോകുന്നു. അവർ നിന്നിൽ പാളയമടിച്ച് വാസമുറപ്പിക്കും. അവർ നിനക്കുള്ള ഫലം ഭക്ഷിക്കുകയും പാൽ കുടിക്കുകയും ചെയ്യും. ഞാൻ റബ്ബായെ ഒട്ടകങ്ങൾക്ക് മേച്ചിൽ സ്ഥലവും അമ്മോന്യരുടെ നഗരങ്ങളെ ആട്ടിൻപറ്റങ്ങൾക്ക് താവളവുമാക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ദേശത്തിനെതിരെ നിന്റെ ഹൃദയത്തിലുള്ള ദുഷ്ടത മൂലം കൈകൊട്ടി തുള്ളിച്ചാടി ആഹ്ലാദിച്ചതിനാൽ ഞാൻ നിനക്കെതിരെ എൻ്റെ കരമുയർത്തുകയും നിന്നെ ജനതകൾക്ക് കവർച്ച ചെയ്യാൻ വിട്ടുകൊടുക്കുകയും ചെയ്യും. ജനതകളിൽ നിന്ന് നിന്നെ ഞാൻ വിച്ഛേദിക്കും. രാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ഞാൻ ഉന്മൂലനം ചെയ്യും. ഞാൻ നിന്നെ നശിപ്പിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. മൊവാബിനെതിരെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, യൂദാ ഭവനം മറ്റു ജനതകളെ പോലെയാണെന്ന് മൊവാബ് പറഞ്ഞതുകൊണ്ട് മൊവാബിൻ്റെ പാർശ്വങ്ങളായ അതിർത്തി നഗരങ്ങൾ ഞാൻ വെട്ടിത്തുറക്കും. രാജ്യത്തിൻ്റെ മഹത്വമായ ബേത് യെഷിമോത്ത്, ബാൽമയോൻ, കിരിയാത്തായിം എന്നീ നഗരങ്ങൾ, അതിനെയും ഞാൻ അമ്മോന്യരോടൊപ്പം പൗരസ്ത്യർക്ക് അവകാശമായി കൊടുക്കും. അത് ഒരിക്കലും സ്മരിക്കപ്പെടുകയില്ല. മൊവാബിൻ്റെ മേൽ ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവരറിയും. ഏദോമിനെതിരെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, യൂദാ ഭവനത്തോട് ഏദോം പ്രതികാര ബുദ്ധിയോടെ ക്രൂരമായി പെരുമാറിയിരിക്കുന്നു. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഏദോമിനെതിരെ ഞാൻ കരമുയർത്തും. മനുഷ്യരെയും മൃഗങ്ങളെയും അവിടെ നിന്ന് ഞാൻ നീക്കിക്കളയും. ഞാൻ അതിനെ വിജനമാക്കും. തേമാൻ മുതൽ ദദാൻ വരെയുള്ളവർ വാളിനിരയാകും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ കരം കൊണ്ട് ഏദോമിനെതിരെ ഞാൻ പ്രതികാരം ചെയ്യും. എൻ്റെ കോപത്തിനും ക്രോധത്തിനും അനുസൃതമായി അവരവിടെ വർത്തിക്കും. അങ്ങനെ അവർ എൻ്റെ പ്രതികാരം അറിയും. ഫിലിസ്ത്യർക്കെതിരെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഫിലിസ്ത്യർ പ്രതികാരം ചെയ്തിരിക്കുന്നു. ഒടുങ്ങാത്ത വിരോധത്താൽ നശിപ്പിക്കാൻ വേണ്ടി ദുഷ്ടതയോടെ അവർ പ്രതികാരം ചെയ്തിരിക്കുന്നു. അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഫിലിസ്ത്യർക്കെതിരായി ഞാൻ കരമുയർത്തും. ക്രേത്യരെ ഞാൻ കൊല്ലുകയും കടൽ തീരത്ത് ശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യും. ക്രോധം നിറഞ്ഞ പ്രഹരങ്ങളാൽ ഞാൻ അവരോട് കഠിനമായി പ്രതികാരം ചെയ്യും. ഞാൻ പ്രതികാരം ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവരറിയും. 26-ാം അധ്യായം. ടൈറിനെതിരെ. 11-ാം വർഷം മാസത്തിൻ്റെ ആദ്യ ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജെറുസലേമിനെ കുറിച്ച് ടൈർ പറഞ്ഞു, ജനതകളുടെ കവാടമായ അവൾ തകർന്നിരിക്കുന്നു. അത് എനിക്കായി തുറന്നിരിക്കുന്നു. അവൾ നശിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ സമ്പന്നയാകും. അതിനാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ടൈർ, ഇതാ ഞാൻ നിനക്കെതിരാണ്. കടൽ തിരമാലകളെ എന്ന പോലെ ഞാൻ അനേകം ജനതകളെ നിനക്കെതിരെ അണിനിരത്തും. അവർ ടൈറിൻ്റെ കോട്ടകൾ ഇടിച്ചു നിരത്തി ഗോപുരങ്ങൾ തകർക്കും. മണ്ണെല്ലാം വടിച്ചുകോരി ഞാൻ അവളെ വെറും പാറ പോലെയാക്കും. സമുദ്രമധ്യത്തിൽ വല വിരിച്ചുണക്കാനുള്ള സ്ഥലമായി അവൾ പരിണമിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ഇത് പറയുന്നത്. അവൾ ജനതകൾക്കൊരു കവർച്ച വസ്തുവായി തീരും. സമതലത്തിലുള്ള അവളുടെ പുത്രിമാർ വാളിന് ഇരയാകും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവരറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വടക്കുനിന്ന് ബാബിലോണിലെ രാജാവും രാജാതിരാജനുമായ നെബൂഖദ്നേസറിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരപ്പടയാളികളോടും സൈന്യവ്യൂഹങ്ങളോടും കൂടെ ടൈറിനെതിരെ കൊണ്ടുവരും. സമതലത്തിലുള്ള നിന്റെ പുത്രിമാരെ അവൻ വാളിനിരയാക്കുകയും നിനക്കെതിരെ ഉപരോധ സങ്കേതമുയർത്തി പരിചകൾ കൊണ്ട് മറയുണ്ടാക്കുകയും ചെയ്യും. നിന്റെ മതിലുകൾ അവൻ യന്ത്രമുട്ടികൾ കൊണ്ട് ഇടിച്ചു തകർക്കും. കോടാലി കൊണ്ട് ഗോപുരങ്ങൾ തകർക്കും. അവൻ്റെ അശ്വബാഹുല്യത്താൽ ഉയരുന്ന പൊടി നിന്നെ മൂടിക്കളയും. കോട്ട ഇടിഞ്ഞ പട്ടണത്തിലേക്ക് കടക്കുന്നതുപോലെ
അവൻ നിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുമ്പോൾ കുതിരക്കാരുടെയും വണ്ടികളുടെയും രഥങ്ങളുടെയും ശബ്ദം കൊണ്ട് നിന്റെ മതിലുകൾ നടുങ്ങും. കുതിരകളുടെ കുളമ്പുകൾ കൊണ്ട് നിന്റെ തെരുവീഥികൾ അവൻ ചവിട്ടി മെതിക്കും. നിന്റെ ജനത്തെ വാളിനിരയാക്കും. നിന്റെ ഉറപ്പുള്ള തൂണുകൾ നിലം പതിക്കും. അവർ നിന്റെ ധനം കവർച്ച ചെയ്യുകയും വ്യാപാര ചരക്കുകൾ കൊള്ളയടിക്കുകയും ചെയ്യും. നിന്റെ മതിലുകളും നിന്റെ മനോഹരങ്ങളായ ഭവനങ്ങളും അവർ നശിപ്പിക്കുകയും കല്ലും മണ്ണും മരവും സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും. നിന്റെ സംഗീതത്തിൻ്റെ സ്വരം ഞാൻ നിർത്തും. വീണാനാദം മേലിൽ കേൾക്കുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഞാൻ വെറും പാറ പോലെയാക്കും. വല വിരിച്ചുണക്കുന്നതിനുള്ള സ്ഥലമായി നീ തീരും. ഒരിക്കലും നീ പുനരുദ്ധരിക്കപ്പെടുകയില്ല. കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്. ദൈവമായ കർത്താവ് ടൈറിനോട് അരുളി ചെയ്യുന്നു, നിന്റെ മധ്യത്തിൽ സംഹാരം നടക്കുമ്പോൾ, മുറിവേറ്റവർ ഞരങ്ങുമ്പോൾ, നിന്റെ പതനത്തിൻ്റെ ശബ്ദത്താൽ ദ്വീപുകൾ നടുങ്ങുകയില്ലേ? അപ്പോൾ സമുദ്രത്തിലെ എല്ലാ രാജാക്കന്മാരും സിംഹാസനം വിട്ടിറങ്ങി മേലങ്കികൾ മാറ്റി അലങ്കൃത വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളയും. അവരെ വിറയൽ പൊതിയും. അവർ നിലത്തിരിക്കുകയും ഓരോ നിമിഷവും ഞെട്ടുകയും നിന്നെയോർത്ത് ഭയചകിതരാവുകയും ചെയ്യും. നിന്നെക്കുറിച്ച് അവരുച്ചത്തിൽ വിലപിച്ചു പറയും, സമുദ്രമധ്യത്തിൽ ശക്തിയും കീർത്തിയും പരത്തിയ നഗരമേ, കരയിൽ ഭയമുളവാക്കിയ നീയും നിന്നിൽ വസിക്കുന്നവരും സമുദ്രത്തിൽ നിന്ന് മാഞ്ഞു പോയതെങ്ങനെ? നിന്റെ പതന ദിവസം ദ്വീപുകൾ വിറയ്ക്കുകയും നിന്റെ തിരോധാനത്തിൽ സമുദ്രത്തിലെ ദ്വീപുകൾ സംഭ്രമിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിർജ്ജന നഗരം പോലെ നിന്നെ ഞാൻ ശൂന്യമാക്കുമ്പോൾ, ആഴിയെ നിന്റെ മേൽ ഒഴുക്കി പെരുവെള്ളം കൊണ്ട് നിന്നെ മൂടുമ്പോൾ, പാതാളത്തിൽ പതിക്കുന്ന പുരാതന ജനങ്ങളോടൊപ്പം നിന്നെ ഞാൻ തള്ളിയിടും. നിന്നിൽ ആരും വസിക്കാതിരിക്കാനും ജീവനുള്ളവരുടെ നാട്ടിൽ നിനക്ക് സ്ഥലം ലഭിക്കാതിരിക്കാനുമായി പാതാളത്തിൽ താഴ്ന്നവരുടെ കൂടെ പുരാതന അവശിഷ്ടങ്ങൾക്കിടയിൽ അധോലോകത്തിൽ നിന്നെ ഞാൻ പാർപ്പിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭീതിജനകമായ അവസാനം ഞാൻ നിനക്ക് വരുത്തും. നീ എന്നേക്കുമായി ഇല്ലാതാകും. നിന്നെ അന്വേഷിക്കുന്നവർ ഒരിക്കലും കണ്ടെത്തുകയില്ല. 27-ാം അധ്യായം. ടൈറിനെ കുറിച്ച് വിലാപഗാനം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ടൈറിനെ കുറിച്ച് ഒരു വിലാപഗാനം ആലപിക്കുക. സമുദ്രമുഖത്ത് സ്ഥിതി ചെയ്ത് അനേകം ദ്വീപുകളിലെ ജനങ്ങളുടെ വ്യാപാര കേന്ദ്രമായിരുന്ന ടൈറിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ടൈർ, അവികല സൗന്ദര്യത്തിടമ്പ് എന്നു നീ അഹങ്കരിച്ചു. നിന്റെ അതിർത്തികൾ സമുദ്രത്തിൻ്റെ ഹൃദയഭാഗത്താണ്. നിന്റെ നിർമ്മാതാക്കൾ നിന്റെ സൗന്ദര്യം തികവുറ്റതാക്കി. സെനീറിലെ സരളമരം കൊണ്ട് അവർ നിന്റെ തട്ടുപലകകൾ ഉണ്ടാക്കി. ലബനോനിലെ ദേവദാരു കൊണ്ട് അവർ നിനക്ക് പായ്മരം നിർമ്മിച്ചു. ബാഷാനിലെ കരുവേലകം കൊണ്ട് അവർ നിനക്ക് തുഴയുണ്ടാക്കി. സൈപ്രസ് തീരങ്ങളിൽ നിന്നുള്ള കാറ്റാടി മരത്തിൽ ആനക്കൊമ്പ് പതിച്ച് അവർ നിനക്ക് മേൽത്തട്ട് ഒരുക്കി. നിന്റെ കപ്പൽപ്പായ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രാലങ്കൃതമായ ചണവസ്ത്രമായിരുന്നു. അതായിരുന്നു നിന്റെ അടയാളം. എലീശ ദ്വീപിൽ നിന്നുള്ള നീലാംബരവും ധൂമ്രപടവുമായിരുന്നു നിന്റെ ആവരണം. സീദോനിലെയും അർവാദിലെയും നിവാസികളായിരുന്നു നിന്റെ തണ്ടുവലിക്കാർ. സേമറിൽ നിന്ന് വന്ന വിദഗ്ധന്മാരായ കപ്പിത്താന്മാർ നിനക്കുണ്ടായിരുന്നു. ഗേബാലിലെ ശ്രേഷ്ഠന്മാരും നിപുണന്മാരും നിനക്ക് ഓരായ പണി ചെയ്യാൻ ഉണ്ടായിരുന്നു. സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും കപ്പൽക്കാരും നീയുമായി കച്ചവടം ചെയ്യാൻ വന്നിരുന്നു. പേർഷ്യ, ലൂദ്, പുത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ നിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു. അവരവരുടെ പരിചയും പടത്തൊപ്പിയും നിന്നിൽ തൂക്കിയിട്ടു. അവർ നിനക്ക് മഹിമ ചാർത്തി. അർവാദിലെയും ഹേലക്കിലെയും ജനങ്ങൾ നിനക്ക് ചുറ്റുമുള്ള മതിലുകളിലും ഗാമാദിലെ ജനങ്ങൾ നിന്റെ ഗോപുരങ്ങളിലും കാവൽ നിന്നു. അവർ അവരുടെ പരിചകൾ നിനക്ക് ചുറ്റും മതിലുകളിൽ തൂക്കി. നിന്റെ സൗന്ദര്യം അവർ പരിപൂർണമാക്കി. നിന്റെ എല്ലാ തരത്തിലുമുള്ള സമ്പത്ത് കണ്ട് താർശീഷുകാർ നീയുമായി വ്യാപാരത്തിന് വന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളീയം, കാരീയം എന്നിവ അവർ നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു. യാവാൻ, തൂബാൽ, മേശക് എന്നീ രാജ്യങ്ങൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു.
അവർ നിന്റെ ചരക്കുകൾക്ക് പകരം ആളുകളെയും ഓട്ടുപാത്രങ്ങളെയും തന്നു. ബേത്തോ ഗർമാക്കാർ കുതിരകളെയും പടക്കുതിരകളെയും കോവർ കഴുതകളെയും നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു. ദദാൻകാർ നീയുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ടു. നിന്റെ പ്രത്യേക വ്യാപാര കേന്ദ്രങ്ങളായി ധാരാളം ദ്വീപുകളുണ്ടായിരുന്നു. ആനക്കൊമ്പും കരിന്താളിയും അവിടെ നിന്ന് നിനക്ക് പ്രതിഫലമായി ലഭിച്ചു. നിന്റെ ചരക്കുകളുടെ ബാഹുല്യം നിമിത്തം ഏദോം നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു. അവർ രത്നക്കല്ലുകളും ധൂമ്രവസ്ത്രങ്ങളും ചിത്രത്തുന്നലുള്ള വസ്ത്രങ്ങളും നേർത്ത ചണവസ്ത്രങ്ങളും പവിഴവും പത്മരാഗവും പകരം തന്നു. യൂദായും ഇസ്രായേൽ ദേശവും നിന്നോട് വ്യാപാരം ചെയ്തു. മിനുത്തിലെ ഗോതമ്പ്, അത്തിപ്പഴം, തേൻ, എണ്ണ, സുഗന്ധലേപനങ്ങൾ എന്നിവ അവർ പകരം തന്നു. നിന്റെ ധാരാളമായ ചരക്കുകളും ബഹുവിധ സമ്പത്തും കണ്ട് ദമാസ്കസ് നിന്നോട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടു. ഹെൽബോനിലെ വീഞ്ഞ്, വെളുത്ത ആട്ടിൻ രോമം, ഉസാലിൽ നിന്നുള്ള വീഞ്ഞ്, ഇരുമ്പുരുപ്പടികൾ, ഇലവർങ്ങം, കറുവാപ്പട്ട എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരം അവർ കൊണ്ടുവന്നു. രഥത്തിൽ വിരിക്കാനുള്ള പരവതാനി ദദാനിലെ ജനങ്ങൾ കൊണ്ടുവന്നു. അറേബ്യക്കാരും കേദാർ പ്രഭുക്കന്മാരുമാണ് ആടുകൾ, ആട്ടുകൊറ്റന്മാർ, കോലാടുകൾ എന്നിവയെ നിനക്ക് വിറ്റത്. ഷേബായിലെയും റാമായിലെയും ആളുകൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു. ഏറ്റവും നല്ല ഇനം പരിമള തൈലങ്ങൾ, വിലപിടിച്ച രത്നങ്ങൾ, സ്വർണം എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരമായി അവർ തന്നു. ഹാരാൻ, കന്നെ, ഏദൻ, അശൂർ, കിൽമാദ് എന്നീ രാജ്യങ്ങൾ നീയുമായി വ്യാപാരത്തിലേർപ്പെട്ടു. അവർ വിശിഷ്ട വസ്ത്രങ്ങൾ, ചിത്രത്തുന്നലുള്ള നീലത്തുണികൾ, പിരിച്ച ചരടുകൊണ്ട് ബലപ്പെടുത്തിയ നാനാവർണ്ണത്തിലുള്ള പരവതാനികൾ എന്നിവ നിനക്ക് പകരം നൽകി. താർഷീഷിലെ കപ്പലുകൾ നിന്റെ വ്യാപാര ചരക്കുകളുമായി സഞ്ചരിച്ചു. അങ്ങനെ സമുദ്രമധ്യേ നീ നിറഞ്ഞ് വളരെ ധനികയായി തീർന്നു. തണ്ട് വലിച്ചിരുന്നവർ പ്രക്ഷുബ്ധമായ സമുദ്രത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി. സമുദ്രമധ്യേ കിഴക്കൻ കാറ്റ് നിന്നെ തകർത്തു കളഞ്ഞു. നിന്റെ ധനവും വിഭവങ്ങളും ചരക്കുകളും നാവികരും കപ്പിത്താന്മാരും ഓരായ പണിക്കാരും വ്യാപാരികളും പടയാളികളും കപ്പൽ ജോലിക്കാരും നിന്റെ നാശത്തിന്റെ നാളിൽ നിന്നോടൊപ്പം ആഴിയുടെ അടിത്തട്ടിൽ താണു. നിന്റെ കപ്പിത്താന്മാരുടെ നിലവിളിയാൽ നാട്ടിൻപുറങ്ങൾ നടുങ്ങി. നിന്റെ തണ്ടുവലിക്കാരും നാവികരും കപ്പിത്താന്മാരും കരയിൽ ഇറങ്ങി നിൽക്കുന്നു. അവർ നിന്നെക്കുറിച്ച് ഉറക്കെ കരയുകയും കഠിന ദുഃഖത്തോടെ വിലപിക്കുകയും ചെയ്യുന്നു. അവർ തലയിൽ പൂഴി വിതറി ചാരത്തിൽ കിടന്നുരുളുന്നു. നിന്നെ പ്രതി അവർ ശിരസ് മുണ്ടനം ചെയ്ത് ചാക്കുടുക്കുന്നു. ഹൃദയവ്യഥയോടും അതീവ ദുഃഖത്തോടും കൂടെ വിലപിക്കുന്നു. നിന്നെ പ്രതിയുള്ള അവരുടെ കരച്ചിൽ ഒരു വിലാപഗാനമായി ഉയരുന്നു. ടൈറിനെ പോലെ സമുദ്രമധ്യത്തിൽ വേറെ ആർ നശിച്ചിട്ടുള്ളൂ എന്ന് അവർ വിലപിക്കുന്നു. സമുദ്രത്തിൽ നിന്ന് നിന്റെ കച്ചവട സാധനങ്ങൾ വന്നിരുന്നപ്പോൾ അനേക ജനതകളെ നീ തൃപ്തരാക്കി. നിന്റെ വലിയ സമ്പത്തും ചരക്കുകളും കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ നീ സമ്പന്നരാക്കി. ഇപ്പോൾ സമുദ്രം തന്നെ നിന്നെ തകർത്തിരിക്കുന്നു. നിന്റെ വ്യാപാര വസ്തുക്കളും കപ്പലിൽ ഉണ്ടായിരുന്നവരും നിന്നോടുകൂടെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയി. ദ്വീപ് നിവാസികൾ നിന്നെ ഓർത്ത് സ്തബ്ധരായി. അവരുടെ രാജാക്കന്മാർ പരിഭ്രാന്തരായി. അവരുടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി നിന്നു. ജനതകൾക്കിടയിലുള്ള വ്യാപാരികൾ നിന്നെ നിന്ദിക്കുന്നു. ഭയാനകമായ അവസാനം നിനക്ക് വന്നു കഴിഞ്ഞു. എന്നേക്കുമായി നീ നശിച്ചു കഴിഞ്ഞു.